ഹലോ ഗൈസ്, ജേണി ജംഗീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഉച്ചയൂണ് നോക്കാം. ഉച്ചയൂണിന് ഞാനന്ന് വാങ്ങിയില്ലേ ചെമ്പല്ലി, അതിനെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, തക്കാളി പച്ചമുളകൊക്കെ അരിഞ്ഞ് വറക്കി അതിൽ ആഡ് ചെയ്യുക. പിന്നീട് തേങ്ങ പച്ചമുളക് തേങ്ങ പച്ചമുളകല്ല, തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ട് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ നല്ലോണം അരച്ച് നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കത് എടുക്കാം. പിന്നെ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയാണ് കേട്ടോ. ഉപ്പും പുളിയൊക്കെ കറക്റ്റിനുണ്ട് കേട്ടോ ഗൈസ്, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ അത് ഏകദേശം അവിടെ പാകമായി വന്നു. പിന്നെ നമുക്ക് ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. പിന്നീട് ഒരു ചോറ്, സാമ്പാർ, തോരൻ, പിന്നെ നമ്മുടെ ചെമ്പല്ലി മീൻ കേട്ടോ. എനിക്ക് സാമ്പാർ കൂട്ടി ചോറ് കഴിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഞാനിന്ന് ആ സാമ്പാർ എടുത്തിട്ടുണ്ട്. ചെമ്പല്ലി മീനിനെ കുറിച്ച് പറയാതെ വയ്യ കേട്ടോ, സൂപ്പർ മീനായിരുന്നേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കഷ്ണങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ ആ ഒരു അരപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ അതൊക്കെ ചേർന്ന് നല്ല സൂപ്പറായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അത്യാവശ്യം എരിയും പുളിയും ഒക്കെ ഉണ്ട്, ഉപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് തോരനാണേ വെച്ചത്. ഉരുളക്കിഴങ്ങ് തോരൻ, സാമ്പാർ, നമ്മുടെ ചെമ്പല്ലി മീനൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് കേട്ടാ. പിന്നെ എനിക്ക് ഈ മീൻ ഐറ്റംസിലെ എനിക്കാണെങ്കിൽ ഈ മീൻ ഐറ്റംസിൽ ഞണ്ട്, കണവ, കൊഞ്ച് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് എവിടെ കണ്ടാലും മേടിക്കും ചെയ്യും. ഞാനിവിടെ വന്ന് വയ്ക്കുകയും ചെയ്യുമേ. ഇത് കൊഞ്ചൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും ഇവിടെ തീയലാണ് കേട്ടോ വയ്ക്കാറുള്ളത്. അപ്പോഴത്തേക്കും ആ കഷ്ണങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അത് പഞ്ഞി പോലെ ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇതുവരെയ്ക്ക് ഈ മീൻ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വാങ്ങിച്ചതിൽ വേറെ നഷ്ടമൊന്നുമില്ല. ഞാനിത് കൊള്ളാമോ കൊള്ളൂലേ എന്നുള്ള ഒരു ചെറിയൊരു ഇതിലാണ് കേട്ടോ വാങ്ങിയത്. എനിക്കറിയില്ലല്ലോ ഈ മീൻ നല്ല ടേസ്റ്റാണെന്ന്. ഞാൻ കരുതി കൊള്ളത്തില്ലായിരിക്കും എന്ന്. പിന്നെ പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ, സൂപ്പർ മീനായിരുന്നേ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നന്ദിനി കുട്ടിക്ക് എനിക്ക് ഇനി പോയി കുതിരപ്പല്ല് വെട്ടാൻ പോകണം കേട്ടോ. കുറച്ച് താഴെ കുറച്ച് കുതിരപ്പല്ല് അവിടെ ഉണ്ട്. അപ്പം കുറച്ച് കുതിരപ്പല്ലൊക്കെ വെട്ടി പറക്കിയെടുത്ത് അവൾക്ക് കൊണ്ട് വച്ച് കൊടുക്കണം. അവൾ കുതിരപ്പല്ല് തിന്നുമെന്തോ അറിഞ്ഞൂടാ, എന്നാലും തിന്നുമായിരിക്കും. ഞാൻ ഈ മുള്ളൊക്കെ കടിച്ച് വലിച്ച് തിന്നണതേ എൻ്റെ തൊണ്ടയിൽ ഒരു മുള്ള് പോയി കേട്ടാ. പിന്നെ കുറച്ച് സമയം വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ആ മുള്ളൊക്കെ താനെ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ എൻ്റെ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് എനിക്കിനി നന്ദിനി കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾ അവിടെ മാക്കനെ കിടന്ന് വിളിക്കുകയാണ്. എന്നാലും ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ എൻ്റെ കാര്യം തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫുഡ് കണ്ടാൽ പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കില്ല ഗൈസ്. പിന്നെ ഞാൻ അറിഞ്ഞും